വെൽക്കം ബാക്ക് ഞാൻ ഷൂ. അപ്പോൾ നമ്മളെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ, അപ്പോൾ നമ്മളെ വണ്ടി കണ്ടപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലോ സോണിക്കായിട്ട് ഇന്ന് ട്രിപ്പാണെന്ന്. പക്ഷെ അതല്ല ഗൈസ്, അത് നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ടാണ്. ഇന്ന് പെരുന്നാളായിട്ടുള്ള ട്രിപ്പ് എന്ന് പറയുമ്പോൾ പെരുന്നാളിൻ്റെ അന്ന് നമുക്കൊരു വീഡിയോ ആയിരിക്കും നമ്മൾ ഇന്ന് ഇട്ടുക. അപ്പോൾ ഇത് സ്പെഷ്യലായിട്ട് ഞാനൊരു അപ്ഡേറ്റ് നമ്മളെ സോണിക്കിന് കൊടുക്കുകയാണ്. കാരണം നമ്മളാക്കിയ ഒരു വണ്ടിയാണ് നമ്മളെ സോണിക്ക്. കാരണം അതിന് ഫസ്റ്റ് വീഡിയോ കണ്ട് നമ്മൾ ഫസ്റ്റായിട്ട് എടുത്ത വണ്ടിയാണ് ഗൈസ് നമ്മളെ സോണിക്ക്. എടുത്തപ്പോൾ അവൻ ഒരു ഗ്രാൻഡ് ഗെയിമറാണെങ്കിലും അതും ലിപ്പൊന്നുമില്ല, സാധാ വർക്ക്. പക്ഷേ ലൈറ്റിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച ഇല്ലാത്തൊരു വണ്ടിയായിരുന്നു ഗൈസ് നമ്മളെ സോണിക്ക്. അപ്പം നമ്മൾ ഈ ഒരു വണ്ടിയിൽ പിന്നെ നമ്മൾ ഒരുപാട് വർക്കൊക്കെ കയറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ MVD കേസൊക്കെ ആയപ്പം നമ്മൾ ഒരുപാട് ലൈറ്റൊക്കെ നമ്മൾ റിമൂവ് ചെയ്യേണ്ട ഒരു അവസ്ഥ നമുക്ക് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ അതിൻ്റെ കാര്യമായിട്ട് നമ്മൾ കുറേ ലൈറ്റ് നമ്മൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ കാണാൻ നമ്മളെ ബസ്സിൻ്റെ ലൈറ്റ് വർക്കിൻ്റെ കാര്യത്തിൽ 0 ആണ് ഗൈസ്. 0 ആണെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം ലൈറ്റ് വർക്കൊക്കെ ഉണ്ട് വണ്ടിയിൽ. അത്യാവശ്യം വേണ്ട ലൈറ്റ് വർക്കൊക്കെ നമ്മളെ വണ്ടി നമ്മൾ കയറ്റിയിട്ടുണ്ട് ഗൈസ്. പിന്നെ അറിയാതെ ചെറിയ കിലോമീറ്ററൊക്കെ ഉണ്ടാവും. നമ്മളെ മെയിനായിട്ടുള്ള കുറേ ലൈറ്റൊക്കെ ഈ ഒരു വണ്ടി കാണില്ലത് ഗൈസ്. അപ്പം കൂട്ടത്തിൽ ഏറ്റവും ബിഗ് ബ്രദർ എന്ന് തന്നെ പറയാമല്ലോ. കൂട്ടത്തിലെ മൂത്തവൻ ഇവനാണ് ഗൈസ്. ഇവനാണ് ഇവിടുത്തെ രാജാവ് ഗൈസ്. അപ്പം ഏതായാലും നമുക്ക് ഇവനെടുത്തുകൊണ്ടാണ് ഇന്ന് അപ്ഡേഷൻ പോകാനുള്ളത്. അപ്പം എല്ലാവരും അറിഞ്ഞായിരിക്കും നമ്മളെ കേരളത്തിൽ പുതിയ നിയമം വന്ന അത് ഗൈസ്. കേരളത്തിൽ ഇനി വണ്ടികളെല്ലാം കളറാവാൻ പോവാണ്. അപ്പം അതിൻ്റെ പ്രമാണിച്ച് നമ്മൾ ട്രിപ്പ് പോകാണ്ടായിരുന്നു ഗൈസ്. നമ്മൾ വേറെ ആരുമല്ല, നമ്മളെ സ്വന്തം ഒരു BMR കൂടി കൂട്ടിയാണ്ടാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോണേ. അപ്പം നമ്മൾ പോണ വണ്ടി സർപ്രൈസാണ്, അത് നമ്മൾ പറയുന്നില്ല. അപ്പോൾ ഏതായാലും പോണ സ്ഥിതിക്ക് നമ്മളെ വണ്ടി ഒന്ന് കളറാക്കാൻ വിചാരിച്ച് BMRലെ രാജാവാണ് ഗൈസ് നമ്മൾ ഒപ്പം പോകാൻ പോണേ. അപ്പം നമ്മളെ വണ്ടി ഒന്ന് കളറായിക്കോട്ടെ എന്ന് വിചാരിച്ച് അപ്പം അതിന് വേണ്ടി നമ്മളെ വണ്ടി ഒന്ന് കളറാക്കാൻ കൊണ്ടുപോവാണ് ഗൈസ്. ഇന്നത്തെ പരിപാടി നമ്മളെ വണ്ടി കളറാക്കാണ്. വണ്ടിയിലെ ലൈറ്റൊക്കെ നോക്ക് ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ലൈറ്റാണ് നമ്മളെ വണ്ടിയിലെ. നമ്മൾ സംഭവം വണ്ടിക്ക് വീഡിയോ ഒക്കെ പിടിച്ച സീനായി. പിന്നെ ചെറിയ ലൈറ്റിലൊക്കെയാണ് സെറ്റായി. പിന്നെ മർമാസിൻ്റെ ലൈറ്റിലാണ് നമ്മൾ ഇറക്കിയത്. പിന്നെ RDX അങ്ങനെ ഒരുപാട് സ്ഥലത്ത് നമ്മൾ ഈ ഒരു വണ്ടി നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ലൈറ്റ് വർക്കിനായിട്ട്. ഇത് ചെയ്യാനാണ് നമ്മളാക്കിയ വണ്ടിയല്ല ഗൈസ്. ഒരിക്കലും നമ്മൾ ഈ ഒരു വണ്ടി വിറ്റതുമാണ് ഗൈസ്. വീഡിയോ ഞാൻ തിരിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നില്ല. വേറെ വണ്ടി എടുക്കുക. ഇതാണ് വണ്ടീൻ്റെ ഇൻറ്റീരിയർ എന്നൊക്കെ പറയുന്നത്. സെറ്റ് ഇൻറ്റീരിയറാണ് വണ്ടിക്ക് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ നമ്മളെ വണ്ടി എടുത്ത് പോവാം. BS3 മോനെ വേറെ ലെവൽ ഐറ്റം തന്നെയാണ്. അപ്പം നമ്മളെ ടീമൊക്കെ വണ്ടിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ ഈ ഒരു വണ്ടിയും കൊണ്ട് നമ്മൾ നേരെ പോകണം എങ്ങോട്ടാന്ന് ചോദിച്ചാൽ നമ്മളെ സ്വന്തം സുഗണൻ്റെ ഗരേജിലേക്കാണ് കേസ്. അപ്പം സുഗണൻ്റെ ഗരേജ് നമ്മളെ 2 വണ്ടി വർക്കിന് എത്തിയിട്ടുണ്ട്, നിങ്ങൾ കാണാം. പക്ഷെ അത് സ്ലോ വർക്കാണ് കേസ്. കാരണം അത്ര സ്പീഡിലെ വർക്കൊന്നല്ല വണ്ടി ഞാൻ ചെയ്യാൻ പോണേ. എന്ന് പറയുമ്പോൾ സാവധാനം ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത്. പറയാൻ പറ്റില്ല ഗൈസ്, കാരണം അത്രക്കും വണ്ടിയാണ് ഗൈസ് ഞാനൊക്കെ എടുക്കുന്നത്. പക്ഷെ നമ്മൾ ഈ ഒരു വണ്ടി ഇപ്പം തന്നെ ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് ഗൈസ് നമ്മളെ സുഗണനോട്. അപ്പോൾ ഏതായാലും വെച്ചാൽ സെറ്റാണ്, നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും കിടിലാണ് നമ്മളെ ഓർമ്മ അത് ഗൈസ് നമ്മൾ സുഗണന്. അപ്പോൾ നമുക്ക് ഏതായാലും നമ്മളെ വണ്ടി സുഗണൻ്റെ ഗരേജിൽ കൊണ്ടുപോകണം. അതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പം ഞാൻ വണ്ടിയും കൊണ്ട് നേരെ നമ്മളെ സുഗണൻ്റെ ഗരേജിക്ക് കയറ്റുന്നു, വർക്ക് ചെയ്യുന്നു, ഇറക്കുന്നു, അത് തന്നെ. അപ്പോൾ ഇന്നത്തെ പരിപാടി അതാണ്. പിന്നെ ഇന്ന് എന്ന് പറയുമ്പോൾ നമ്മൾ ഈദ് മുബാറക്ക്, എല്ലാവർക്കും ഹാപ്പി ഈദ് മുബാറക്ക്. കാരണം നമ്മൾ ഈദിൻ്റെ അന്നായിരിക്കും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ടാണ്. കാരണം ഈദിൻ്റെ അന്ന് നമുക്ക് ഇത് ഇടാൻ കഴിയാത്ത വീഡിയോ എടുക്കാൻ കഴിയാത്ത സിറ്റുവേഷനാണ് കേസ്. ഒരുത്തം പറപ്പിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്ക് പോകുമ്പോൾ എന്തോ ജസ്റ്റ് മിസ്സിന് ആക്സിഡൻ്റ് ആയി തോന്നുന്നുണ്ട് കേസ്.
നമ്മളടിക്കേണ്ടായിരുന്നു, എന്തോ ഭാഗത്ത് നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ഇടയിൽ കൂടെ മെല്ലെ കയറ്റി വിട്ട് വെക്കാം. നമുക്ക് നേരെ സ്പേസ് ഉണ്ടാക്കണം ഗൈസ്. അത് വേഗം ഇവിടെ എത്തണം, കാരണം ഇത് ട്രെയിനിൽ പാലാണ്. ഇവിടെ അധികം നിൽക്കുന്ന അത്ര സേഫ് അല്ല ഗൈസ്. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞത്. അപ്പം എപ്പോൾ വേണമെങ്കിൽ പണി കിട്ടും. അപ്പോൾ ഏതായാലും നമുക്ക് ഇങ്ങനെ വണ്ടി വർക്കിന് കയറ്റുന്ന ഒരു വീഡിയോ കണ്ടിട്ടേക്കാം. ലിപ്പട് ഊരിയപ്പോൾ വണ്ടീൻ്റെ ലുക്ക് പോയാൽ കണ്ടു ഗൈസ്. എൻ്റെ ലുക്ക് തന്നെയാണ് മാറിയിട്ടുണ്ട്, ആകെ ലുക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ബാക്കൊന്ന് കാണിച്ചാൽ കണ്ടോ ഗൈസ്, വണ്ടി ലുക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഇനി ഫുൾ വർക്ക് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. നിങ്ങൾ വേണമെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് ഇട്ടോ. വണ്ടി ഇറങ്ങുമ്പോൾ ഈ ഒരു ലുക്കിലായിരിക്കില്ല ഗൈസ് ഇറക്കുക. വേറെ ലെവലായിട്ട് ഈ ബിഗ് ബദർ എന്നൊക്കെ എഴുതി നമുക്ക് നമ്മൾ പറിക്കും. സോണിക്ക് നല്ല ഫുൾ സ്റ്റിക്കർ നമ്മൾ പറിച്ചിട്ടായിരിക്കും ഇറക്കുക. അപ്പോൾ ഈ ഒരു സംഭവം ബോണറ്റിൻ്റെ സൈഡിലെ ഈ സംഭവം നമ്മൾ പൊക്കി വെച്ചാൽ എന്തിനാണ് ചോദിച്ചാൽ ഇവിടെ സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. അത് മാത്രമല്ല സ്റ്റിക്കറൊക്കെ പറിക്കേണ്ട ആവശ്യത്തിന് പൊക്കി വെച്ചാൽ ഗൈസ്. മാസങ്ങളൊന്നും പറയാൻ പറ്റില്ല, ദിവസങ്ങളായിട്ടുള്ള സ്പീഡ് വർക്കായിരുന്നു. വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ പിന്നിലുണ്ട്. അപ്പം ഞാൻ ഇപ്പം വണ്ടി കാണിച്ചു തരാം. ഒരു മാരക വൈറ്റാണ് വർക്കാനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇന്ന് കണ്ടോളി മക്കളെ, ഇത് നമ്മളെ വണ്ടിയുടെ സെറ്റ് പവറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് തന്നെയാണ് കാണുമ്പോൾ വേറെ ലെവൽ തന്നെ ആക്കിയിട്ടുണ്ട്. ഇത് ഇനി ഒരുപാട് വർക്ക് നമ്മൾ വേണ്ടി ചെയ്യാൻ പോകണുള്ളൂ ഗൈസ്. വർക്ക് ഫിനിഷ് ആയിട്ടില്ല, ഒരു ചെറിയ തട്ടിക്കുട്ടി വർക്കേ ചെയ്തിട്ടുള്ളൂ. സ്റ്റിക്കർ വർക്കാണെങ്കിൽ തട്ടിക്കുട്ടി സ്റ്റിക്കർ വർക്കാണ് ചെയ്തത്. കാരണം മെയിൻ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന ടൈമില്ലായിരുന്നു ഗൈസ്. കാരണം നമുക്ക് ട്രിപ്പ് പോകേണ്ടതാണ്. ഈ പെരുന്നാളാണ് ട്രിപ്പ്. ഇതിന് ആയിരിക്കും ട്രിപ്പ് പോകണേ. അത് BS3 ഓയിൽ വെച്ച് ഡൗൺ ആവണം പഠിച്ചോനെ എന്നറിയാം. ഏതായാലും എല്ലാവരും അടുത്തേക്ക് വണ്ടി ട്രിപ്പ് പോകാൻ. അപ്പം എന്തെങ്കിലും ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. ഒരു സബ്സ്ക്രൈബർ ട്രിപ്പ് ഈ ഒരു വണ്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കമൻറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു വണ്ടിയല്ല, ഏതൊരു വണ്ടി നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ട്രിപ്പ് പോയിട്ടുണ്ട്. ഏതാണെന്ന് എനിക്കറിയില്ല, എനിക്ക് മിക്കവാറും തോന്നുന്നു ബീസ്റ്റാണെന്നാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ചെറുക്കമുള്ള സെറ്റാണ്, ഒരു ലെവൽ ഐറ്റം തന്നെയാണെന്ന് പറയുള്ളൂ. ഇൻറ്റീരിയർ പിന്നെ ഞാൻ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇൻറ്റീരിയർ കാര്യമായിട്ടൊരു ചെറിയ വർക്കൊന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് പഴയ ഇൻറ്റീരിയറാണ് വെച്ചത്. അതിൽ വണ്ടി കളറായപ്പോൾ സൈഡൊക്കെ നോക്കുമ്പോൾ സെറ്റാണ് ഡ്രൈസ്. ഇനി ചെറിയ ചെറിയ വർക്കിൻ്റെ ഒരു പറയുന്നുള്ളൂ, നമ്മൾ സെറ്റ് ചെയ്യും, പവറാക്കും ഗൈസ്. അപ്പം ഗ്രാഫിക്സ് ഇവിടെ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട, ഗ്രാഫിക്സ് തുടങ്ങുന്നുള്ളൂ ഗൈസ്. ഈ 2 വണ്ടി ഇറങ്ങാൻ പോകുന്നുണ്ട്. ഈ ഒരു വണ്ടീൻ്റെ ചോദിക്കുമ്പോൾ ഈ വണ്ടീൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ സാമ്പിൾ വെടിക്കെട്ട് മാത്രമേ ഉള്ളൂ. യേശുപൂരം പൊട്ടാൻ പോകണുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രേഞ്ചർ ട്രിപ്പാണ്. അപ്പോൾ വരേണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും ഈ ഒരു വണ്ടിയിൽ ആ ട്രിപ്പ് പോകണേ. അപ്പം ആരൊക്കെ വരുന്നുണ്ടെന്നില്ല ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. ഈ ഒരു വണ്ടി വെച്ചായിരിക്കും നമ്മൾ ട്രിപ്പ് പോകണേ. അപ്പോൾ ട്രിപ്പിന് ഇതിനൊക്കെ മാരക ഐറ്റം ഉണ്ട്. അപ്പോൾ അത് വേറൊന്നാണ്, കേരളം വിറപ്പിച്ചൊരു കൊമ്പൻ തന്നെയാണ് ഗൈസ്. അപ്പം വണ്ടിക്ക് ഒരു ക്ലൂ ഉണ്ട്, പക്ഷേ ഞാൻ പറയില്ല. പറഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഏതാണെന്ന് കിട്ടും. അത് നിങ്ങൾ ഗെസ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം ഗൈസ്. ഞാൻ അച്ചാതി കൊമ്പനാണ്, കേരളം വിറപ്പിച്ച ഒരേ ഒരു വണ്ടിയാണ്. അത് ഫേമസ് ആയി എന്നൊക്കെ പറഞ്ഞാൽ മാരക ഫേമസ് ആണ് വണ്ടി ആയിട്ടുള്ളതെന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു BMR തന്നെയാണ്. അപ്പോൾ ആ ട്രിപ്പിനെ വെച്ചാണ് നമ്മൾ ഈ ഒരു വണ്ടി കളറാക്കിയിട്ടുള്ളത് ഗൈസ്. ഇനി നമ്മൾ ഇൻറ്റീരിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ഗൈസ്. ഇൻറ്റീരിയർ ജസ്റ്റ് നമ്മളെ വർക്കിന് ബസ്സിൻ്റെ വർക്കാണ്. അപ്പോൾ ബസ്സിൻ്റെ വർക്കായിട്ട് ഓരോ സാധനങ്ങൾ അയച്ചുകൊണ്ടിരിക്കുകയാണ്. സ്റ്റിക്കർ ലാസ്റ്റാണ് വർക്ക് ചെയ്യാന്നാണ് നമ്മൾ ഹൗസുകളും പറഞ്ഞത്. ആദ്യം നമ്മൾ ലിപ്പ് അയച്ചേക്കണം. അപ്പോൾ ലിപ്പ്, വീൽ കപ്പ് ഇതൊക്കെ അയച്ചു വെച്ചിട്ട് നമുക്ക് കാണാം. മാസങ്ങളൊന്നും പറയാൻ പറ്റില്ല, ദിവസങ്ങളായിട്ടുള്ള സ്പീഡ് വർക്കായിരുന്നു. വണ്ടി ഇറങ്ങിയിട്ടുണ്ട്. അപ്പം എൻ്റെ പിന്നിലുണ്ട്. അപ്പം ഞാൻ ഇപ്പം വണ്ടി കാണിച്ചു തരാം. ഒരു മാരക വൈറ്റാണ് വർക്കാനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇന്ന് കണ്ടോളി മക്കളെ, ഇത് നമ്മളെ വണ്ടിയുടെ സെറ്റ് പവറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ഫ്രണ്ട് തന്നെയാണ് കാണുമ്പോൾ വേറെ ലെവൽ തന്നെ ആക്കിയിട്ടുണ്ട്.
ഇത് ഇനി ഒരുപാട് വർക്ക് നമ്മൾ ഈ വണ്ടി ചെയ്യാൻ പോകണുള്ളൂ ഗൈസ്. വർക്ക് ഫിനിഷ് ആയിട്ടില്ല, ഒരു ചെറിയ തട്ടിക്കുട്ടി വർക്കേ ചെയ്തിട്ടുള്ളൂ. സ്റ്റിക്കർ വർക്കാണെങ്കിൽ തട്ടിക്കുട്ടി സ്റ്റിക്കർ വർക്കാണ് ചെയ്തത്. കാരണം മെയിൻ സ്റ്റിക്കർ വർക്ക് ചെയ്യുന്ന ടൈമില്ലായിരുന്നു ഗൈസ്. കാരണം നമുക്ക് ട്രിപ്പ് വേണ്ടിയാണ്, ഈ പെരുന്നാളാണ് ട്രിപ്പ്. ഇതിന് ആയിരിക്കും ട്രിപ്പ് പോണേ. അതും BS3 ഓയിൽ വെച്ച് ഡൗൺ ആവണം പഠിച്ചോനെ എന്നറിയാം. ഏതായാലും വാർത്തിക വണ്ടി ട്രിപ്പ് പോകാൻ. അപ്പം എന്തിലോ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. ഒരു സബ്സ്ക്രൈബർ ട്രിപ്പ് ഈ ഒരു വണ്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം. നമ്മൾ ഈ ഒരു വണ്ടിയല്ല, ഏതൊരു വണ്ടി നമ്മൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ട്രിപ്പ് പോയിട്ടുണ്ട്. ഏതാണെന്ന് എനിക്കറിയില്ല, എനിക്ക് മിക്കവാറും തോന്നുന്നു ബീസ്റ്റാണെന്നാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ചെറുക്കമുള്ള സെറ്റാണ്, ഒരു ലെവൽ ഐറ്റം തന്നെയാണെന്ന് പറയുള്ളൂ. ഇൻറ്റീരിയർ പിന്നെ ഞാൻ കാണിക്കാത്തതെന്ന് വെച്ചാൽ ഇൻറ്റീരിയർ കാര്യമായിട്ടൊരു ചെറിയ വർക്കൊന്നും ചെയ്തിട്ടില്ല. സ്റ്റോക്ക് പഴയ ഇൻറ്റീരിയറാണ് വെച്ചത്. അതിൽ വണ്ടി കളറായപ്പോൾ സൈഡൊക്കെ നോക്കുമ്പോൾ സെറ്റാണ് ഡ്രൈസ്. ഇനി ചെറിയ ചെറിയ വർക്കിൻ്റെ ഒരു പറയുന്നുള്ളൂ, നമ്മൾ സെറ്റ് ചെയ്യും, പവറാക്കും ഗൈസ്. അപ്പം ഗ്രാഫിക്സ് ഇവിടെ കഴിഞ്ഞില്ല എന്ന് വിചാരിക്കേണ്ട, ഗ്രാഫിക്സ് തുടങ്ങുന്നുള്ളൂ ഗൈസ്. ഈ 2 വണ്ടി ഇറങ്ങാൻ പോകുന്നുണ്ട്. ഈ ഒരു വണ്ടീൻ്റെ ചോദിക്കുമ്പോൾ ഈ വണ്ടീൻ്റെ വർക്ക് എന്ന് പറയുമ്പോൾ ഇതൊരു ചെറിയ സാമ്പിൾ വെടിക്കെട്ട് മാത്രമേ ഉള്ളൂ. യേശുപൂരം പൊട്ടാൻ പോകണുള്ളൂ എന്ന് പറയുന്ന പോലെയാണ്. അപ്പം ഇതൊക്കെയാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഒരു സ്ട്രേഞ്ചർ ട്രിപ്പാണ്. അപ്പോൾ വരേണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും, ഈ വണ്ടിയിൽ ആ ട്രിപ്പ് പോകണേ. അപ്പം ആരൊക്കെ വരുന്നുണ്ടെന്നില്ല ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. ഈ ഒരു വണ്ടി വെച്ചായിരിക്കും നമ്മൾ ട്രിപ്പ് പോകണേ. അപ്പോൾ ട്രിപ്പിന് ഇതിനൊക്കെ മാരക ഐറ്റം ഉണ്ട്. അപ്പോൾ അത് വേറെ ഒന്നാണ്, കേരളം വിറപ്പിച്ചൊരു കൊമ്പൻ തന്നെയാണ് ഗൈസ്. അപ്പം വണ്ടിക്ക് ഒരു ക്ലൂ ഉണ്ട്, പക്ഷേ ഞാൻ പറയില്ല, പറഞ്ഞാൽ നിങ്ങൾക്ക് വണ്ടി ഏതാണെന്ന് കിട്ടും. അത് നിങ്ങൾ ഗെസ് ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം ഗൈസ്. ഞാൻ അച്ചാതി കൊമ്പനാണ്, കേരളം വിറപ്പിച്ച ഒരേ ഒരു വണ്ടിയാണ്. അത് ഫേമസ് ആയി എന്നൊക്കെ പറഞ്ഞാൽ മാരക ഫേമസ് ആണ് വണ്ടി ആയിട്ടുള്ളതെന്ന് തന്നെ പറയാം. അപ്പോൾ ഒരു BMR തന്നെയാണ്. അപ്പോൾ ആ ട്രിപ്പിനെ വെച്ചാണ് നമ്മൾ ഈ ഒരു വണ്ടി കളറാക്കിയിട്ടുള്ളത് ഗൈസ്. ഇനി നമ്മൾ ഇൻറ്റീരിയർ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. ഇൻറ്റീരിയർ ജസ്റ്റ്